അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിർസത്തെ മുഅ്മിനീങ്ങളെ, ഇന്നൊരു പുതിയൊരു വിഷയം ഞങ്ങൾ എല്ലാവരെയും ഒരു ചെറിയൊരു സമസ്യയായിട്ട് നിസ്കാരത്തിൽ ഞങ്ങൾ നിന്നെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരത്തിൽ പലതരത്തിലുള്ള ദുർവിചാരങ്ങൾ ദുനിയാവുടെ ചിഹ്നങ്ങളായിട്ട് പണ്ട് അള്ളാഹു അക്ബർ കൈ കെട്ടിട്ട് സലാം വീട്ടത്തോറും തീരെ അള്ളാഹുടെ ഒരു ചിന്തമേ ഞങ്ങൾക്ക് ഇക്കില്ല. എന്തെല്ലാം നമ്മളെ മനസ്സിൽ ഇബ്ലീസ് പലതരത്തിലുള്ള വിചാരങ്ങൾ ഇട്ട് തന്നിട്ട് അതിലെ നിങ്ങൾക്ക് മഗ്നനായിരിക്കും ഇബ്ലീസ് നിങ്ങളെ എന്താക്കണം, ബലവന്താക്കണം. അപ്പോ നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടായെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ശൈത്താന്റെ ഷർറിൽ നിന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരാൾ വന്നിട്ട് ഇതേ ഒരു സമസ്യ ചെല്ലു, നബിയെ ഞാൻ നിസ്കാരത്തിൽ നിന്നിട്ടായെങ്കിൽ നക്ക് എന്തെല്ലാം ദുർവിചാരമായിരിക്കും പണ്ടേ നിസ്കാരത്തിൽ ഒരു ഗമനയില്ല, ഒരു കോൺസെൻട്രേഷൻ ചെല്ലത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതൊരു പരിഹാരത്തിനുണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ദാക ശൈത്താനുൻ യുഖാൽ ലഹു ഖിൻസബ്, നിസ്കാരത്തിൽ ഇങ്ങനെയുള്ളതായ പലതരത്തിലുള്ള ചിന്തകൾ നമുക്ക് മനസ്സിൽ ഇട്ട് തന്നത് അത് ശൈത്താന്റെ പണിയായിട്ടിരിക്കണം. അവന്റെ പേരായിട്ടിരിക്കുന്നത് ഖിൻസബ് നോക്കൂ. പിന്നെ ശൈത്താന്മാരുടെ കൂട്ടത്തിൽ വിവിധ രീതിയ ശൈത്താന്മാരുണ്ട്. ഇബ്ലീസ് ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിരിക്കണം. അപ്പോ ചില ശൈത്താന്മാർക്ക് കാലി നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് മാത്രം പിന്നെ അങ്ങനെ നിസ്കാരത്തെ കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് ഗമനം ഇല്ലാണ്ടാക്കണം ചില പണിയായിരിക്കും. പിന്നെ ചില ശൈത്താന്മാർക്ക് പിന്നെ ഒരു വ്യക്തിയെ നിസ്കരിക്കാത്ത പോലെ ആക്കണേ, നിസ്കാര ഭാഗത്തിലേക്ക് ചിന്തിക്കാത്ത പോലെ ആക്കണേ. പിന്നെ ചില മനുഷ്യന്മാരെ നിസ്കരിക്കാറ് പക്ഷെ നിസ്കാരത്തിൽ ലേറ്റ് ആക്കുക, കള ആക്കുപാട്ടെ. ഇങ്ങനെല്ലാം വേറെ വേറെ പണികളുണ്ട്. ആ വേറെ വേറെ പണിക്ക് വേറെ വേറെ ശൈത്താന്മാരെ ഇബ്ലീസ് എന്താക്കിരാ നിയമിച്ചിരാം. ആ കൂട്ടത്തിൽ ഖിൻസബ് ചെല്ലിയ ഒരു കൂട്ട ശൈത്താന്മാർക്ക് അങ്ങനെ പണി എന്താ വെച്ചെങ്കിൽ നിസ്കാരത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് നിസ്കാരത്തിൽ ഗമനിക്കോ തീരാ ചെല്ലതായ പണിയായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ശൈത്താന്റെ പേര് ചെന്ത് എന്ന് മാത്രമല്ല അങ്ങനെ നിസ്കാരത്തിൽ ദുർവിചാരം പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ എന്താക്കും, അള്ളാഹുരട്ട കാവൽ കേട്ടുള്ളൂ. ആരെ തൊട്ട് ശൈത്താനെ തൊട്ട് അവർ കാവൽ കേൾക്കുന്നു. അപ്പൊ നിസ്കരിക്കുമ്പോ പ്രത്യർത്ഥം എന്താക്കണം, ശൈത്താനെ തൊട്ട് കാവൽ കേൾക്കണം. ആ ശൈത്താനെ തൊട്ട് കാവൽ കേൾക്കണേ പ്രത്യേകമായ ഒരു പിന്നെ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി തന്നു. നിസ്കരിക്കലെ അള്ളാഹു കൈകെട്ട് മുന്നലായിട്ട് ഞങ്ങൾക്കൊരു ദിക്ർ ചൊല്ലണം. അത് ഖുർആന്റെ ആയത്തുമായിരിക്കണം. റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ വഅഊദു ബിക മിൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ ചെല്ലതായ ചെറിയൊരു ദിക്ർ. ആ ദിക്ർ നിങ്ങൾ ചെന്നിട്ടായെങ്കിൽ പിന്നെ ശൈത്താന്റെ ഉപ്പട്ടളത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടവും സാധ്യമാണ്. നിസ്കാരത്തിൽ കേവലം നിസ്കാരത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും പലതരക്കും നല്ല കാര്യമാക്കും ഇബ്ലീസ് വേണ്ട. ഖുർആൻ ഓതുമ്പം ഇബ്ലീസ് വേണ്ട. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഓതുമ്പോ അള്ളാഹുരുടെ കാവൽ കേൾക്കും ശൈത്താനെത്തും. അപ്പോ അതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനായിരിക്കും. പിന്നെ റഈസുൽ മുഫസ്സിരീങ്ങൾ എല്ലാ ഖുർആൻ വ്യാഖ്യാനക്കാരെ നേതാവുണ്ടും അദ്ദേഹത്തിന് പേരുണ്ട്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ കാണുകയായിട്ട് ഒരാൾ വന്നപ്പോ അദ്ദേഹം ചെന്ന് നിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്തേ, അത് നിന്റെ കൽബിനും പലപ്പോഴും പല ചഞ്ചലങ്ങൾ ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. എന്ത് വിഷയത്തിലുള്ള വിശ്വാസ് അത് എന്തിനൊക്കെ ബായ് തന്നു ചൊല്ലുന്നല്ലാവല്ലേ. അപ്പോ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിർക്കിട് എന്നിട്ട് ചെല്ല് മാ നജാ മിൻ ദാലിക അഹദുൻ ജദ്, നിന്റെ ഈ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്, ആരും ഇതിനകത്തോട്ട് രക്ഷപ്പെട്ടിട്ടില്ല. എന്താ പ്രോബ്ലം? അത് മനസ്സിൽ പിന്നെ സംശയം ഉണ്ടാക്കണേ, അള്ളാഹുടെ സംബന്ധിച്ചിട്ടും ആഖിറത്തെ സംബന്ധിച്ചിട്ട് സംശയം ഉണ്ടാക്കണേ. ആഖിറ മറിച്ചാൽ പിന്നെ ജീവനം ഉണ്ടായില്ലേ, അതെല്ലാം വെറുതേക്കാം, അല്ലെങ്കിൽ അള്ളാഹുടെ സംബന്ധിച്ചിട്ട് സംശയം. ഇത് പലപ്പോഴും ശൈത്താൻ അങ്ങനെ കൽപ്പന ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ എന്തൊരു പരിഹാരം? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ಅದಕ್ಕೆ ഒരു പരിഹാരം ചെന്ന് നോക്കും. ഒരു ആയത്ത്, ഖുർആന്റെ ആയത്ത് ചെല്ലും. അതെ, ഇതാ വജത്ത ഫീ നഫ്സിക ഷൈഅൻ, ഇങ്ങനെയുള്ള ഒരു ചഞ്ചല മനസ്സിൽ ഉണ്ടായിട്ടായെങ്കിൽ അപ്പൊ നീ എന്താ ചൊല്ലണോ, ഹുവൽ അവ്വൽ വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം ചെല്ലെ ഒരു ഖുർആന്റെ ആയത്തുണ്ട്, അത് ചൊന്നിട്ടിക്കും.
അത് ചൊന്നിട്ടുണ്ടെങ്കിൽ ശൈത്താന് മനസ്സിൽ അങ്ങനത്തിലുള്ള ചഞ്ചലങ്ങൾ ഉണ്ടാക്കും സാധ്യമാവില്ല. അങ്ങനെ വൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ചിലതായ ദിക്റായിട്ട് ഖുർആന്റെ ആയത്തും കൂടിയായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ളതായ മനസ്സിൽ ചഞ്ചലം ഉണ്ടാകുമ്പോൾ ഈ ഒരു ദിക്ർ എപ്പോഴും ചൊന്നിട്ടിക്കുക. അതുപോലെ നിസ്കാരത്തെ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ട മുന്നലും ഞങ്ങൾ നേരത്തെ ചെന്നതായ ആ ദിക്ർ റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ